ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പലതരത്തിലുള്ള എൻതാൽപ്പിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ എൻതാൽപ്പി ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബോണ്ട് എൻതാൽപ്പിയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു ബോണ്ട് എൻതാൽപ്പി വെച്ചിട്ട് എങ്ങനെയാണ് എൻതാൽപ്പി ഓഫ് എ പർട്ടിക്കുലർ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. സോ എൻതാൽപ്പി ഓഫ് എ പർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് ഗിവൺ ബൈ സിഗ്മ ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടൻ മൈനസ് സിഗ്മ ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്യുകയും ചെയ്തു. എന്നാൽ അതേപോലെ തന്നെ നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പാർട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഓൾ ഓഫ് യു സീ ടു ദ ബോർഡ്. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ദ റിയാക്ഷൻ. ഏതാണ് റിയാക്ഷൻ? H2 plus Br2 gives 2HBr. So H2 plus Br2 gives 2HBr. ആ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ദ ബോണ്ട് എനർജി ഡേറ്റാസ് ആർ ഗിവൻ ബിലോ. അപ്പോൾ തീർച്ചയായും നമ്മൾ ആദ്യം, അതായത് തെർമോഡൈനാമിക്സ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ അതിൻ്റെ ഇക്വേഷനെ മൈൻഡ് ചെയ്യണം. ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പരിധിവരെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും whenever we come to component discussion അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള കേസുകൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് റിയാക്ഷൻ എഴുതാം. സി വാട്ട് ഈസ് ദ റിയാക്ഷൻ? H2 പ്ലസ് വാട്ട് വി ഹാവ് Br2 ഓക്കെ ഗീവ്സ് യു 2HBr. അപ്പോൾ ഇതാണ് നമുക്കവിടെ ഉള്ളത്. ശരിക്കും ഇങ്ങനെ എഴുതിയാലല്ല ഇക്വേഷൻ, കാരണം H2ൻ്റെ അവസ്ഥ ഏതാണ്. സോ വി നീഡ് ടു റൈറ്റ് ഓൾ ദീസ് തിങ്സ്. ബട്ട് നമ്മളിപ്പോൾ അതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. നമുക്ക് എന്താണ്, H2 പ്ലസ് Br2 ഗീവ്സ് 2HBr. അതാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പോൾ ഇതിൽ H2 നമുക്കറിയാം അവിടെ HH ബോണ്ടാണുള്ളത്. അതുപോലെ Br2 നമുക്കറിയാം അവിടെ Br ബോണ്ടാണുള്ളത്. ആൻഡ് HBrൽ നമുക്കറിയാം അവിടെ നമുക്കുള്ളത് ഹൈഡ്രജൻ ബ്രോമിൻ ബോണ്ടാണ്. അപ്പം നമ്മളുടെ ഇതിലുള്ള ഡേറ്റാസ് അവർ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ വാല്യൂ, അതായത് ഈ ബോണ്ടിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 435. സോ ഇറ്റ്സ് വാല്യൂ ഇസ് ഗിവൺ ഓൾറെഡി, ഇറ്റ്സ് 435. അടുത്തയാളുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 192. അപ്പോൾ അതും എനിക്ക് എഴുതാം. സി ടു ദാറ്റ് ദിസ് വാല്യൂ ഈസ് 192. ആൻഡ് HBr വാല്യൂ, HBr എത്രയാണ്? 368 ആണ്. പക്ഷെ നമുക്ക് ഒരു HBr അല്ല അവിടെ ഉള്ളത്, 2 HBr ആണുള്ളത്. ഓക്കെ, അത് നമ്മൾ മൈൻഡ് ചെയ്യണം. എനിവേ ഞാനിപ്പോൾ അയാളുടെ വാല്യൂ എഴുതുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വി ഹാവ് 368. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായും നമുക്കറിയാം ഇത് രണ്ടും ആരുടേതാണ്? റിയാക്ടൻസിൻ്റെതാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? ഇത് 368 അല്ല, 368 ഇൻറ്റു 2 ആണ്. എന്തുകൊണ്ട് 2 ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇൻറ്റു 2 വി ഹാവ് ഡെഫിനറ്റ്ലി ഇതെന്ന് പറയുന്നത് കുട്ടികളുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ സം നമുക്കറിയാം, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ റിയാക്ഷൻ്റെ കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ചേഞ്ച് മീൻസ് ഈ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹീറ്റ് ചേഞ്ച്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ് കുട്ടികളെ, എല്ലാവരും നോക്കൂ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടന്റ് മൈനസ് വാട്ട് കംസ് സിഗ്മ ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. Sigma of bond enthalpy of reactant minus sigma of bond enthalpy of product. This is what we have. അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കൂ കുട്ടികളെ, റിയാക്ടൻ്റ് 435ഉം 192 കൂട്ടുന്നതാണ് റിയാക്ടൻ്റെ വാല്യൂ വരിക. സോ 5 + 2 ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് 7. Similarly 9 + 3 it is 12, but you will be having 2 only remainder. So we have 1 there. അപ്പോൾ 4ഉം 1ഉം പിന്നെ റിമൈൻഡർ 1ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 627 കിട്ടും. അപ്പോൾ ഇവിടുത്തത് 627 ആണ്. അപ്പോൾ ഈ പാർട്ടിൽ റിയാക്ടൻസിൻ്റെ ആ ബോണ്ട് എൻതാൽപ്പിൻ്റെ എല്ലാം കൂടെ വാല്യൂ നമ്മൾ കൂട്ടി വി ഗോട്ട് 627. അതേപോലെ നമുക്ക് അപ്പുറത്തും പോകാം കുട്ടികളെ. സോ അവിടെ നമുക്കുള്ളത് 368 ഇൻറ്റു 2 എന്നാണ് അല്ലേ. 368 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇറ്റ് വിൽ ബി 736 വിൽ കം ദെയർ. സോ വി ഹാവ് 736. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ വാട്ട്സ് വാല്യൂ ഓഫ് ദാറ്റ്? ലെറ്റ്സ് മൈൻഡ് ദാറ്റ്. നമുക്ക് നോക്കാം. 736 മൈനസ് 627 അല്ലേ. അപ്പോൾ ഇവിടെ എന്തായി? സോ ഹിയർ വിൽ ബി ഹാവിങ് 9 ആൻഡ് ഹിയർ വിൽ ബി ഹാവിങ് 0.
Here will be having 1. So what's the value comes there? 109. What's the sign of that? 109. അപ്പോൾ ഇവിടെ -109 ആണ് നമുക്ക് കിട്ടിയത്. ഇതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും നോക്കുക, ബോണ്ട് എൻതാൽപ്പി തരുമ്പോൾ നമ്മുടെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യേണ്ടത്, പ്രോബ്ലം പ്രൊസീഡ് ചെയ്യേണ്ടത് ഈ ഒരു ഫോർമാറ്റിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഓർത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. നോക്കൂ കുട്ടികളെ, അപ്പോൾ ഇതോടുകൂടി ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസ് ഇവിടെ ഓവർ ആവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ പലതരത്തിലുള്ള റിയാക്ഷൻ എൻതാൽപ്പീസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വി സ്റ്റാർട്ടഡ് വിത്ത് ഫേസ് ട്രാൻസ്ഫോർമേഷൻ, ലൈക്ക് വി ഹാവ് എന്തായിരുന്നു ആദ്യം നമ്മൾ പഠിച്ചത്? ന്യൂട്രലൈസേഷൻ അല്ലേ? അല്ല, സബ്ലിമേഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് വേപ്പറൈസേഷൻ, അതുപോലെ ഫ്യൂഷൻ, isn't it? പിന്നെ നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പഠിച്ചു. then we have studied enthalpy of combustion. അപ്പോൾ ഇതേപോലുള്ള എല്ലാ ടേംസും നമ്മളിപ്പോൾ ഫെമിലിയർ ആണ്, isn't it? അപ്പോൾ ഇനി നമ്മൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ തെർമോഡൈനാമിക്സിൽ വെൻ വി ആർ സോൾവിങ് പ്രോബ്ലംസ് വി നീഡ് ടു മൈൻഡ് സഡൻ പോയിന്റ്സ്. ഒന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്ന്, നമ്മളുടെ ഇക്വേഷൻ പ്രോപ്പർലി ബാലൻസ്ഡ് ആയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സപ്പോസ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് H2 + Br2 gives 2HBr. നിങ്ങൾക്കറിയാം ഇതിൻ്റെ പ്രൈം ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ ഇക്വേഷൻസ് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കൂ കുട്ടികളെ, ഇതിനകത്ത് 2 H2 അവിടെയും. സോ ദിസ് ഇക്വേഷൻ ഈസ് കംപ്ലീറ്റ്ലി ബാലൻസ്ഡ്. പക്ഷേ അത് മാത്രമല്ല നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ഓരോ ആൾക്കാരുടെയും ആ ഫേസ്, ഇയാൾ ഗ്യാസ് ആണോ ഇയാൾ ലിക്വിഡ് ആണോ, ഇതിലത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഹൈഡ്രജൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്യാസ് ആണ്, ബ്രോമിൻ നമുക്കറിയാം ലിക്വിഡ് ആണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബ്രോമിൻ നമ്മളിവിടെ കൊണ്ടുപോയി എന്താണ് ഗ്യാസ് എന്ന് എഴുതരുത്, പകരം ബ്രോമിൻ എന്തെന്ന് എഴുതണം? ലിക്വിഡ് എന്ന് എഴുതണം. അതുപോലെ നമ്മളിപ്പോൾ കാർബൺ എഴുതുന്നു, കാർബണിൻ്റെ 2 ഫോംസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നിങ്ങൾക്കറിയാം ഡയമണ്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ഫുള്ളറിനുണ്ട്. ആരാണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എഴുതണം കുട്ടികളെ, എന്താണ്? ഗ്രാഫൈറ്റ് എന്ന് എഴുതണം, isn't it? So please try to remember, എപ്പോഴും നമ്മൾ തെർമോഡൈനാമിക്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇക്വേഷൻസ് ദാറ്റ് ഷുഡ് ബി പ്രോപ്പർലി ബാലൻസ്ഡ്. ആൻഡ് അവിടെയുള്ള ഓരോ ആൾക്കാരും അവരുടെ യഥാർത്ഥ പ്രോബ്ലത്തിൽ എന്താണോ അവർ ചോദിച്ചിരിക്കുന്നത് ആ സ്റ്റേറ്റ്സും നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതല്ലാതെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ, 2 ലോസിൻ്റെ സഹായം വേണം. ഒന്ന് ലാപ്ലേസ് ലോ എന്നാണ്, രണ്ടാമത്തത് ഹെസസ് ലോ എന്നാണ്. So please try to remember what is the first law called as? It is called the Laplace law. And what is the next one called? Next one is Hess's law. എന്താണ് ഈ ലാപ്ലേസ് ലോ? എന്താണ് ഈ ഹെസസ് ലോ? So listen all of you, just ഞാൻ എന്ത് എഴുതുകയാണ്? റിയാക്ഷൻ എഴുതുകയാണ്. നോക്കൂ, we have a hydrogen. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ നോക്കൂ, ഹൈഡ്രജൻ gives you, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് 2 ഹൈഡ്രജൻ. ഓക്കെ, ദേ ആർ ഓൾസോ ഗ്യാസ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ ആയി. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എനർജി അവിടെ കൊടുക്കണം, isn't it? അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത എനർജി, they had given delta H is equal to 435 okay kilojoule per mole. So kilojoule per mole. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത എനർജി എത്രയാണ് കുട്ടികളെ? പറഞ്ഞ എല്ലാവരും 435 കിലോജൂൾ പെർ മോൾ ആണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, എന്നാൽ വേറൊരാൾ വന്നിട്ട് വേറെ റിയാക്ഷൻ നടത്തുകയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ നടത്തുന്ന റിയാക്ഷൻ, we have 2 hydrogen atoms combined together to form hydrogen molecule, and here it is gaseous form. നോക്കൂട്ടികളെ, എന്താണ് ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക അല്ലേ? അതായത് ആദ്യം നമ്മൾ നടത്തിയ റിയാക്ഷനെ തിരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അവിടെയുള്ള ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്ത് മാറ്റമാണ് വരിക? ഓക്കെ, സോ പ്ലീസ് ട്രൈ ടു റിമെമ്പർ വാട്ട് ഈസ് ദ ഡെൽറ്റ എച്ച് ഇൻ ദിസ് പ്രോസസ്. ആദ്യമുള്ള ഡെൽറ്റ എച്ച് എന്താണോ, സി വി ഹാവ് ഡെൽറ്റ എച്ച് ഇനിഷ്യലി നമ്മൾ 435 പ്ലസ് ആണ്, മീൻസ് നമ്മൾ കൊടുക്കുകയുണ്ടായത്, നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്, isn't it? എന്നാൽ രണ്ടാമത്തെ കേസിൽ ആദ്യം നമ്മൾ എത്രയാണോ കൊടുത്തത്, that will be released out, means it will be -435 kilojoule per mole. ഓക്കെ, എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മളൊരു റിയാക്ഷൻ നടത്തിയാൽ എത്രയാണോ എനർജി ചേഞ്ച്,
അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ ഇസ്ന്റ് ഇറ്റ്, ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് റിയാക്ഷൻ്റെ എനർജി എന്ന് പറയുന്നത് ഇസ്ന്റ് ഇറ്റ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ സാധാരണഗതിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഐസിന് നമ്മൾ ഓക്കെ ലെറ്റ് us think about that. നമ്മൾ എന്ത് ചെയ്യുകയാണ്, വി ആർ തിങ്ക് അബൌട്ട് ഐസ്. സോ ഐസ് നമ്മൾ എടുത്തു, ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് ഞാൻ അയാളുടെ സ്റ്റേറ്റ് ഒന്നും അവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല. ഐസിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്, വാട്ടർ ലിക്വിഡ് ആക്കി മാറ്റുകയാണ്. ലെറ്റ്സ് സേ സോ വി ആർ കൺവേർട്ടിംഗ് ദാറ്റ് ഇൻ ടു വാട്ടർ അല്ലേ. ഐസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോളിഡ് ആണ്, വാട്ടർ ലെറ്റ്സ് സേ ദാറ്റ് ലിക്വിഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ഐസിന് വാട്ടറാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ഇതിൽ ചൂടാക്കണം. ലെറ്റ്സ് സേ ദാറ്റ് നമ്മൾ ചൂടാക്കിയപ്പോൾ നമ്മൾ അവിടെ എനർജി കൊടുത്തു. എത്ര എനർജി കൊടുത്തു എന്ന് വിചാരിക്കുക, എക്സ് ജൂൾ ഓഫ് എനർജി കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാട്ടറിനെ ഐസാക്കി മാറ്റണം. നോക്കൂ, ഐസിനെ വാട്ടറാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അവിടെ ചെയ്തത്, നമ്മൾ ചൂടാക്കുകയാണ് ചെയ്തത് ഇസ്ന്റ് ഇറ്റ്. എന്നാൽ നേരെ തിരിച്ച് വാട്ടറിനെ ഐസാക്കി മാറ്റുമ്പോൾ നമ്മൾ ചൂടാക്കുകയല്ലേ വേണ്ടത്, തണുപ്പിക്കുകയല്ലേ വേണ്ടത്. എന്ന് പറയുമ്പോൾ ഹീറ്റ് എടുത്ത് കളയുകയല്ലേ വേണ്ടത്. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഹിയർ, -x ജൂൾ. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ പറഞ്ഞ പേര് വാട്ട് വി സേ ഫോർ ദിസ്, ലാപ്ലേസ് ലോ. സോ പ്ലീസ് റിമെമ്പർ ദിസ്, ബിക്കോസ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ആവശ്യമാണ്. സോ യു പ്ലീസ് ട്രൈ ടു ക്യാരി ദിസ്. അപ്പം നോക്കുക, നമ്മൾ തെർമോഡൈനാമിക്സിൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇക്വേഷൻ പ്രോപ്പർലി ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ യു നീഡ് ടു ചെക്ക് വെദർ അവർ സ്പീഷീസ് ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ ആർ ഇൻ ദി സ്റ്റാൻഡേർഡ് ഫോം ഓർ നോട്ട്. ഇതും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്ന അടുത്ത റൂൾ അല്ലെങ്കിൽ അടുത്ത ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ഈസ് ദാറ്റ് ലോ കോൾഡ് ലാപ്ലേസ് ലോ. സോ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് ഈ ലാപ്ലേസ് ലോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എനർജി കൊടുത്തു. അത്രയും തന്നെ എനർജി അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, അത് തിരിച്ച് കൊടുക്കുന്നതായിരിക്കും. ഇത് ഒന്നാമത്തത് നമ്മൾ ഓർക്കുക. വാട്ട് ഈസ് ദിസ് കോൾഡ്, ഡെഫിനറ്റ്ലി യു നോ ദാറ്റ് ദിസ് കോൾഡ് ആസ് ലാപ്ലേസ് ലോ. ആൻഡ് നൗ we have one more thing which is called Hess's law. So see to that. So what is the next concept called? അടുത്ത കൺസെപ്റ്റിന്റെ പേര് എന്താണ് കുട്ടികളെ പറഞ്ഞ എല്ലാവരും? ഇറ്റ് ഈസ് കോൾഡ് Hess's law. എന്താണ് Hess's law? Okay, so try to understand all of you Hess's law. I will just explain. ഇപ്പോൾ ഫിഗർ ഇവിടെ ഉണ്ട്, ബട്ട് ഫിഗർ വെച്ച് നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. നോക്കൂ എന്താണെന്ന്, എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ഞാനിപ്പോൾ ഒരു പ്രോസസ്സ് നടത്തുകയാണ്. സി ടു ദാറ്റ്, മേ ബി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ബട്ട് വൺസ് അഗൈൻ ഐ എം ജസ്റ്റ് സേയിങ് ഹിയർ. നമ്മൾ ഒരു പ്രോസസ്സ് നടത്തുകയാണ്. വി ആർ പെർഫോമിങ് എ പ്രോസസ് ഫ്രം ഹിയർ. എയിൽ നിന്നും ഡിയിലേക്ക് ആ പ്രോസസ്സ് പോവുകയാണ്. ദിസ് ഇസ് ദ പ്രോസസ് വാട്ട് ഹാപ്പൻ. അപ്പോൾ ഈ പ്രോസസ്സ് നിങ്ങൾക്കറിയാം, എയിൽ നിന്ന് ഡിയിലേക്ക് പോയത് വൺ സ്റ്റെപ്പിൽ നടന്ന പ്രോസസ്സാണ്. സോ ദിസ് ഹാപ്പൻഡ് ഓൺലി ഇൻ വൺ സ്റ്റെപ്പ്. എന്നാൽ അതേസമയം തന്നെ കുട്ടികൾ നിങ്ങൾ നോക്കൂ, ഇവിടെ what I am doing here, what I am doing here, എ എന്ന് പറയുന്നത് ആരിലേക്ക് എത്തി, ബിയിലേക്ക് എത്തി. ബിയിൽ നിന്ന് ആരിലേക്ക് വന്നു, സിയിലേക്ക് വന്നു. സിയിൽ നിന്ന് ആരിലേക്ക് പോയി, ഡിയിലേക്ക് പോയി. അപ്പോൾ ഇത് എത്ര സ്റ്റെപ്പിലാണ് നടന്നത്? സോ ദിസ് ഹാപ്പൻ ഫസ്റ്റ് സ്റ്റെപ്പ്, ദിസ് ഹാപ്പൻഡ് അഗെയിൻ സെക്കൻഡ് സ്റ്റെപ്പ്, ദിസ് ഹാപ്പൻ ഇൻ തേർഡ് സ്റ്റെപ്പ് അല്ലേ. 3 സ്റ്റെപ്പിലാണ് നടന്നത്. അപ്പോൾ ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് പല തരത്തിൽ നടക്കാം. ഇവിടെ ഒരു സ്റ്റെപ്പിൽ നടക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇവിടെ എത്താം. ഉദാഹരണം, നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരായ മാർഗത്തിലൂടെ പോകാം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ബസ്സിൽ പോകാം ഇസ്ന്റ് ഇറ്റ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ കാറിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളഞ്ഞൊരു വഴി പോകാം. എങ്ങനെ നിങ്ങൾ പോയാലും നിങ്ങളുടെ സ്കൂളിലെത്തിയാൽ നിങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികളാണ്, അല്ലാതെ നിങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റിയും ഇല്ല. ഓൾ ദി സ്റ്റുഡൻസ് ആർ ഈക്വലി, എല്ലാ കുട്ടികളെയും ഒരേപോലെ തന്നെയാണ് അവിടെ കാണുന്നത് ഇസ്ന്റ് ഇറ്റ്. അല്ലാതെ നിങ്ങൾ വരുന്നത് എന്താണ്, ഒരു BMW കാർ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിലുള്ള എല്ലാവരും പൊക്കി മാനത്ത് വയ്ക്കുമോ? ഇറ്റ്സ് നോട്ട് ദെയർ അല്ലേ. അവിടെ നിങ്ങൾ എല്ലാവർക്കും ഒരേ വാല്യൂ ആണ്, ഈക്വൽ പ്രയോറിറ്റിയാണ് ഓൾ ഓഫ് യുവർ സ്റ്റുഡൻസ് ഇസ്ന്റ് ഇറ്റ്. അതേപോലെയാണ് ഇവിടെയും. നോക്കൂ, നിങ്ങൾ ഏത് വഴി വന്നു എന്നത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, വൺസ് യു ആർ കമ്മിങ് ടു ദിസ് പൊസിഷൻ, ഇയാളുടെ എനർജി ഫിക്സ്ഡ് ആണ്, ഇയാളുടെ എനർജിയും എന്താണ്, ഫിക്സ്ഡ് ആണ്. സോ വാട്ട് എവർ ദ വേ യു കംസ് ഡസൻറ്റ് മാറ്റർ. ഇവിടെ ഇൻവോൾവ് ചെയ്ത എനർജി ചേഞ്ചും ഈ 3 സ്റ്റെപ്പിൽ ആകെ ഇൻവോൾവ് ചെയ്ത എനർജി ചേഞ്ചും എന്തായിരിക്കും, സെയിം ആയിരിക്കും. Okay, whether a process take place in one step
or more than one step, doesn't matter, the total energy change will be same. ഇതാണ് നമ്മുടെ ലോ പറയുന്നത്. And what we call for this law, this is what called as a law. Okay, all of you. So I can say that this delta H, ഒരു സ്റ്റെപ്പിലുണ്ടായ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്, it is the sum of everything, delta H1 plus delta H2 plus delta H3. Okay, so please remember, let's see the statement. തീർച്ചയായും ഇത് എക്സാമിനേഷന് എല്ലാവരും ചോദിക്കുന്നതാണ്. And we should be familiar what is meant by Hess's law, because most of the problems we need to apply this. And we know in last day or in last class we have already applied this concept in one problem. Okay, so please try to see that. If a chemical change made to take place in two or more than two steps, the amount of total enthalpy change is same no matter by which the method change is brought about. Simply, ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിലോ ഒന്നിലധികം സ്റ്റെപ്പിലോ നടന്നോട്ടെ, doesn't matter, the total energy change will be same only. Okay, so I can write here delta H is equal to what comes there, delta H1 plus delta H2 plus delta H3. അപ്പോൾ കുട്ടികളെ ആരെങ്കിലും നിങ്ങളോട് ഹെസ്സസ് ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പടം ഉപയോഗിച്ചിട്ട് അയാൾ എന്ത് ചെയ്യുക, വിവരിച്ചെഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. Maybe if you want, you can write one example. Okay, like, so we can think about carbon dioxide formation. കാർബൺ ഓക്സിജനുമായി ഡയറക്റ്റ് റിയാക്ട് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാം, isn't it? എന്നാൽ ചിലപ്പോൾ ആദ്യം കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, ചിലപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് ആയിരിക്കാനായിട്ട് മാറുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, സോ ദാറ്റ്സ് വാട്ട് കോൾഡ് ഹെസ്സസ് ലോ, isn't it? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആരെക്കുറിച്ചിട്ട് പറയേണ്ടത്, ഓർക്കേണ്ടത്, എൻതാൽപ്പി എന്നതിനെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് എൻതാൽപ്പി ടേംസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ എൻതാൽപ്പി ടേംസിൽ നമ്മൾ പല ആൾക്കാരെയും പരിചയപ്പെട്ടു. ബട്ട് ഇതൊക്കെ ആരെ ബേസ് ചെയ്യുന്ന ചോദിച്ചാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് FLOT ബേസ് ചെയ്തിട്ടാണ്. കാരണം നമുക്കറിയാം എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ്, isn't it, നോട്ട് ബി ക്രിയേറ്റഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒരു ഫോം ഓഫ് എനർജി മറ്റൊരു തരത്തിൽ എന്ത് ചെയ്യാണ്, വർക്ക് ഹീറ്റായിട്ട് മാറുന്നു അല്ലേ. ഒരു ഇത്രയും ഒരു ഹീറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള വർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് നമ്മൾ എവിടെ കണ്ടത്, ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്നാൽ ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ് നോ ഇൻഫർമേഷൻ അബൌട്ട് കൺസേണിങ് ദി ഫീസിബിലിറ്റി ഓഫ് എ പ്രോസസ്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രോസസ്സ് എത്രത്തോളം അല്ലെങ്കിൽ ചില പ്രോസസ്സ് വളരെ എന്താണ് ഫീസിബിളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് പ്രോസസ്സ് ഫീസിബിളായി നടക്കും, ഏത് പ്രോസസ്സ് ഫീസിബിളായി നടക്കുന്നില്ല എന്ന് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി ആരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ ഹാവ് കെപ്റ്റ് വൺ ഫിഗർ ഹിയർ. അപ്പോൾ ഇവിടെ എന്താണ്, ഇതൊരു ഹോട്ട് ഒബ്ജക്റ്റ് ആണ്. ഇപ്പുറത്ത് എന്താണ്, ഞാനൊരു കോൾഡ് ബോഡി വെച്ചേക്കാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, isn't it, എന്താണ്, എപ്പോഴും എന്ത് സംഭവിക്കും, ഹോട്ടായിട്ടുള്ള ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറലായിട്ട് നടക്കുന്ന ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഹീറ്റ് ഫ്ലോ ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡിയാണ്. അത് യൂണി ഡയറക്ഷനിലാണ്, ഒരു സൈഡിലേ നടക്കുകയുള്ളൂ, അല്ലാതെ കോൾഡിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഹോട്ടിലേക്ക് പോവില്ല, isn't it? അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോസസ്സ്, ഉദാഹരണം നമ്മൾ പിന്നെയും കണ്ടിട്ടുണ്ട്, വാട്ടർ ഫ്ലോസ് ഫ്രം ഹൈ ലെവൽ ടു ലോവർ ലെവൽ, isn't it, അല്ലേ. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് കാറ്റ് വളരെ ഉയർന്ന പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് ലോവർ പ്രഷറിലേക്കായിരിക്കും അവർ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഒക്കെ നമ്മൾ കാണുന്നത് ഇവർക്ക് വൺ ഡയറക്ഷനിലാണ്, അല്ലാതെ ഒരിക്കലും കോൾഡ് ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവില്ല, isn't it? അതുപോലെ തന്നെ വാട്ടർ താഴേന്ന് മുകളിലേക്ക് കയറിപ്പോവില്ല. വാട്ടർ താഴേന്ന് മുകളിലേക്ക് കയറിപ്പോവുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഫീസിബിൾ അല്ല, isn't it? അപ്പോൾ ഏതൊക്കെ പ്രോസസ്സ് ഫീസിബിൾ ആണ്, ഫീസിബിൾ അല്ല എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾ ഫീസിബിൾ ആണ്, എന്തുകൊണ്ട് അയാൾ ഫീസിബിൾ അല്ല എന്നതിനെക്കുറിച്ചൊരു കറക്റ്റ് ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ FLOTക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. Okay, so once again, all of you please try to understand എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. I have written very clearly on the board, so please see to that. First law of thermodynamics provide no information concerning the feasibility of a process. Okay, feasibility, spontaneity, natural phenomenon
അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാരണവും കൊടുക്കാൻ ആരെ കൊണ്ട് കഴിഞ്ഞില്ല, നമ്മുടെ FLOT കഴിഞ്ഞില്ല. അപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കുട്ടികളെ, ഏതൊക്കെയാണ് എക്സാമ്പിൾസ് നമ്മൾ പറയേണ്ടത്. ഒരു ഹോട്ട് ബോഡിയിൽ നിന്നും അല്ലേ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു കോൾഡ് ബോഡിയിലേക്ക്, അത് യൂണി ഡയറക്ഷനിലാണ്. അതുപോലെ വാട്ടർ ഫ്ലോസ് ഫ്രം ഹൈ ലെവൽ ടു ബോട്ടം ലെവൽ, അതെന്താണ്, യൂണി ഡയറക്ഷനിലാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഇത് യൂണി ഡയറക്ഷനിലായി? വൈ ദിസ് ഈസ് യൂണി ഡയറക്ഷണൽ? ഓക്കെ, സിമിലർലി നോക്കുക, നമ്മൾ നോക്കുന്ന മോസ്റ്റ് ഓഫ് ദ നാച്ചുറലി ഒക്കറിങ് പ്രോസസ് ആർ സ്പോണ്ടേനിയസ് ആൻഡ് ഇൻ യൂണി ഡയറക്ഷണൽ. നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമ്മൾ ക്ലോത്ത് ഉണക്കാൻ വേണ്ടിയിട്ടു അല്ലേ, ഈ ക്ലോത്ത് ഉണക്കുമ്പോൾ തീർച്ചയായും നമുക്കറിയാം ഈ ക്ലോത്തിലുള്ള ആ വാട്ടർ മോളിക്യൂൾസ് എല്ലാം നാച്ചുറലി തന്നെ എസ്കേപ്പ് ചെയ്ത് പോവുകയാണ്. അതോ നമ്മുടെ ഡ്രസ്സ് ഔട്ടിട്ട് താഴെ കൊണ്ടുപോയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇറ്റ്സ് ഹാപ്പനിങ് നാച്ചുറലി, ഇസന്റ് ഇറ്റ്? അല്ലാതെ തിരിച്ച് എന്ത് ചെയ്യുന്നു, നേരെ തിരിച്ച് നടക്കുന്നില്ല. സോ ഇതൊക്കെ യൂണി ഡയറക്ഷനിലാണ്. സോ വൈ ദിസ് ഹാപ്പനിങ് യൂണി ഡയറക്ഷണൽ? എന്തുകൊണ്ട് ഇങ്ങനെ യൂണി ഡയറക്ഷൻ നടക്കുന്നു? ഇസന്റ് ഇറ്റ്? എന്താണ് ഇതിന് പിന്നിലുള്ള ഡ്രൈവിംഗ് ഫോഴ്സ്? ഇതിനെക്കുറിച്ചൊന്നും ഒരു ക്ലിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കുട്ടികളെ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രൊവൈഡ് ചെയ്തില്ല. അപ്പോൾ നമ്മളുടെ ഇനിയുള്ള ഡിസ്കഷൻ ഇസന്റ് ഇറ്റ്, എന്താണ് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്, എന്താണ് ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവരുടെ ഡെഫിനിഷൻ എന്താണ്, എപ്പോഴാണ് ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുന്നത് എന്നത് തരത്തിലുള്ള ചർച്ചകളാണ്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എന്താണ് അതിൻ്റെ ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്താണ്, ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇസ്ന്റ് ഇറ്റ്? അതുപോലെ തന്നെ വാട്ടർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വരുന്നു. ഇതൊക്കെ നാച്ചുറലി നടക്കുന്നതാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നതാണ് അല്ലേ. അത് വേണ്ട, ഇനി നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ചില പ്രോസസ്സ് ഉണ്ട്. ഉദാഹരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, പഞ്ചസാര ഇടുകയാണ് അല്ലേ. ഈ പഞ്ചസാര ഇട്ട് നിങ്ങൾ കലക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. പഞ്ചസാര ഇട്ട് നിങ്ങൾ കുറേ നേരം വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ആ പഞ്ചസാര, ആ ഷുഗർ അതിൽ ഡിസോൾവ് ചെയ്യും. അതിന് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സ്റ്റിർ ചെയ്താൽ മതി. ഇവൻ സ്റ്റിർ ചെയ്തില്ലെങ്കിലും അതെന്ത് ചെയ്യും, ഡിസോൾവ് ആകും. അപ്പോൾ പഞ്ചസാര, ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത്, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ വാട്ട് പ്രോസസ്, സ്പോണ്ടേനിയസ് ഓർ നോൺ സ്പോണ്ടേനിയസ്? യെസ്, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ്. ഇനി നേരെ തിരിച്ച്, നിങ്ങളാരും അത് ചിലതൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതായത് കുറച്ച് വിറക് കഷ്ണം കൂട്ടിയിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിറക് കഷ്ണം കൂട്ടിയിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, തീ കത്തിക്കുന്നു. അപ്പോൾ ഈ തീ കത്തിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് ഓർമ്മയുണ്ട്. അതായത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാരുമായിട്ട് പോകുമ്പോൾ തീപ്പെട്ടി കിട്ടിയാൽ ചെയ്യുന്ന ആദ്യത്തെ ജോലി എന്താണ്, എവിടെയെങ്കിലും തീ ഇടുക എന്നുള്ളതൊക്കെയാണ്. അതായത് കുറേ കൂട്ടിയിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. കുറച്ച് വിറക് ഇങ്ങനെ എന്ത് ചെയ്യുക, കൂട്ടിയിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ തീ ഇടുകയാണ്. അപ്പോൾ ഈ വിറക് താനേ തീ പിടിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നേരെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ആ വിറക് തീ പിടിക്കുകയുള്ളൂ. പക്ഷെ തീ പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സിനെ കാണാം. ഒന്ന്, നമ്മളൊന്നും ചെയ്യണ്ട, താനെ അങ്ങ് നടന്നോളൂ. രണ്ട്, നമ്മളൊരു ചെറിയ പുള്ള് കൊടുത്താൽ മതി, ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ. ഇസ്ന്റ് ഇറ്റ്? സോ സ്പോണ്ടേനിയസ് പ്രോസസ് ഒന്ന്, യാതൊരു ഇനിഷ്യേഷനും വേണ്ട, നേരെ തന്നെ അങ്ങ് നടക്കും. ഇസ്ന്റ് ഇറ്റ്? എന്നാൽ ചിലതിന് ഇനിഷ്യേഷൻ കൊടുത്താൽ യാതൊരു സ്റ്റോപ്പും ഇല്ല, നടക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സ്പോണ്ടേനിയസ് പ്രോസസ്. അപ്പോൾ ഇതിനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സോ വി നീഡ് ടു ടോക്ക് വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദിസ്. ബട്ട് പ്രയർ ടു ദാറ്റ്, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ വാട്ടർ at room temperature, that's an example for spontaneous process without any initiation. രണ്ടാമത്തത്, ബേണിംഗ് ഓഫ് കോൾ ഇൻ എയർ ഓക്സിജൻ. ബേണിംഗ് ഓഫ് കുറച്ച് വിറക് കൂട്ടിയിട്ട് അതിനെ കത്തിക്കുക. അതും എന്താണ് കുട്ടികളെ, അത് താനേ കത്തൂല്ല, നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഇനിഷ്യേഷൻ കൊടുക്കണം. നമ്മളൊരു ചെറിയ ഒരു പുഷ് കൊടുത്താൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ആ റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇതിനെന്ത് വേണം, ഇനിഷ്യേഷൻ വേണം. നൗ see, let us define what is spontaneous process. ഒന്ന്, ആദ്യത്തെ ചോദ്യം, ഞാനിവിടെ വെച്ചിരിക്കുന്ന ടേം നിങ്ങൾ നോക്കുക.
An irreversible process which has a natural tendency to occur either on its own. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പഞ്ചസാര വെള്ളത്തിൽ തട്ടിയിട്ടാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? പഞ്ചസാര അതിനകത്ത് ഡിസോൾവ് ചെയ്യും അല്ലേ? കുട്ടികളെ ഈ ഡിസോൾവ് ചെയ്ത പഞ്ചസാരയെ നമുക്ക് അവിടുന്ന് നേരിട്ട് കോരിയെടുക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതൊരിക്കലും എന്തല്ല? പോസിബിൾ അല്ല, ഫീസിബിൾ അല്ല, ഇസന്റ് ഇറ്റ്? റിവേഴ്സിബിൾ അല്ല. അപ്പോൾ ഇതെന്താണ്? ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. നിങ്ങൾ വിറക് കത്തിച്ചു, വിറക് കത്തിച്ചത് ചാരമായി. ഈ ചാരത്തെ നമുക്ക് വിറകാക്കി എടുത്ത് മാറ്റാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇസന്റ് ഇറ്റ്? അപ്പോൾ തീർച്ചയായും നിങ്ങൾ നോക്കുക, an irreversible process which has a natural tendency to occur either on its own, സ്വയം നടക്കാൻ, അല്ലെങ്കിലോ ഒരു പുഷ്, ഒരു ഇനിഷ്യേഷൻ, or its own, or after proper initiation under the given set of conditions and can be reversed by some external agency only. Normally it is not possible. ഉദാഹരണം can be reversed എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളം എന്ത് ചെയ്യുക? മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. ഈ താഴേക്ക് വരുന്ന വെള്ളത്തെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടണം, isn't it? സോ അതാണ് ആ ഒരു മീനിങ്ങിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവരും നോക്കുക, എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്? Okay, an irreversible process which has a natural tendency to occur either in its own or by just initiation, isn't it? അതിനെയാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞത്? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞത്. ഇനി എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ്സും, ലാസ്റ്റ് പോയിന്റ് നോക്കുക, എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ്സും എന്താണ്? ഭയങ്കര വേഗത്തിൽ നടക്കണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല, isn't it? ചില സ്പോണ്ടേനിയസ് പ്രോസസ് എന്തായിരിക്കാം? വളരെ സ്ലോയിൽ നടക്കുകയുള്ളൂ. ചില സ്പോണ്ടേനിയസ് പ്രോസസ് എന്തായിരിക്കാം? വളരെ ഫാസ്റ്റ് നടക്കുന്ന പ്രോസസ് ഉണ്ടാവും. അപ്പോൾ സ്പോണ്ടേനിയസ് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ചാടിക്കയറി പറയരുത് റിയാക്ഷൻ വളരെ വേഗത്തിൽ നടക്കുന്നെന്ന്. ഒരിക്കലും തെർമോഡൈനാമിക്സിൻ്റെ ഡ്രോബാക്സ് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെ, ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ക്ലോത്ത് ഉണക്കാനിട്ടു. ക്ലോത്ത് ഉണക്കാനിട്ടിട്ട് അത് ഉണങ്ങിക്കഴിയുന്ന പ്രോസസ്സ്, ഇസ് ഇറ്റ് എ റാപ്പിഡ് പ്രോസസ് ഓർ ഇറ്റ്സ് എ സ്ലോ പ്രോസസ്? ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ സ്ലോ പ്രോസസ്. Then you tell me, is it a spontaneous process? Yeah, it's a spontaneous process. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, ഫാസ്റ്റ് പ്രോസസ്സിന് അർത്ഥമില്ല, സ്ലോ പ്രോസസ്സിന് അർത്ഥമില്ല. നാച്ചുറലി ഒക്കറിങ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഈ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഫാസ്റ്റ് ആകാം, ചിലപ്പോൾ എന്തായിരിക്കാം? സ്ലോ ആയിരിക്കാം. അത് സ്ലോ ആണോ ഫാസ്റ്റ് ആണോ എന്നതിനെക്കുറിച്ച് ഒരു കാര്യവും നമ്മളിവിടെ സംസാരിക്കുന്നില്ല, തെർമോഡൈനാമിക്സ് സംസാരിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് നെക്സ്റ്റ് ഇയർ 1 ചാപ്റ്റർ കോൾഡ് കൈനറ്റിക്സിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ കുട്ടികളെ എല്ലാവരും നോക്കുക, എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്? ഇറ്റ്സ് an irreversible change. ഓക്കെ, ഇറ്റ് മേ ഹാപ്പൻ ഇറ്റ്സ് ഓൺ ഓർ ബൈ ജസ്റ്റ് ഇനിഷ്യേഷൻ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വേഗത ചിലപ്പോൾ സ്ലോ ആയിരിക്കാം, ചിലപ്പോൾ ഫാസ്റ്റ് ആയിരിക്കാം. വേഗതയെക്കുറിച്ച് ഒന്നും നമ്മളോട് സംസാരിക്കുന്നില്ല. അപ്പോൾ എന്താണ് നോൺ സ്പോണ്ടേനിയസ് എന്ന് ഞാനിനി നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. വാട്ട് ഈസ് നോൺ സ്പോണ്ടേനിയസ്? ഇങ്ങനെ നടക്കാത്തതാണെങ്കിൽ നമ്മൾ അയാൾ എന്ത് പേര് വിളിക്കും? നോൺ സ്പോണ്ടേനിയസ്. സോ ലെറ്റ്സ് സീ ടു ദാറ്റ്. എ പ്രോസസ് വിച്ച് ക്യാൻ നൈദർ ടേക്ക് പ്ലേസ് ബൈ ഇറ്റ്സെൽഫ് നോർ ബൈ ഇനിഷ്യേഷൻ ഈസ് കോൾഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. ഉദാഹരണം ഞാൻ എഴുതിയിട്ടുണ്ട്. ഫ്ലോയിങ് വാട്ടർ അപ്പ് എ ഹിൽ. നൗ ഫ്ലോയിങ് എ ഹീറ്റ് ഫ്രം കോൾഡ് ബോഡി ടു ഹോട്ട് ബോഡി. നിങ്ങൾ പറയൂ കുട്ടികളെ, നിങ്ങളൊരു ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും എടുത്തു വെച്ചേക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഹീറ്റ്, ലെറ്റ് ഇറ്റ് ഫ്ലോ ഫ്രം കോൾഡ് ബോഡി ടു ഹോട്ട് ബോഡി. ഈസ് ഇറ്റ് പോസിബിൾ? നോട്ട് പോസിബിൾ. ഓക്കെ, വാട്ടർ ഫ്ലോസ് ഫ്രം ഹൈ ലെവൽ ടു ലോ ലെവൽ. ദെൻ നിങ്ങൾ പറയുന്നു അല്ലേ വാട്ടറെ നിങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് പോവാ. ഈസ് ഇറ്റ് പോസിബിൾ? നോട്ട് പോസിബിൾ. സോ വാട്ട് യു കോൾ ഫോർ സച്ച് പ്രോസസ്? സച്ച് പ്രോസസ് ആർ കോൾഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ എന്താണ് ഈ പല പ്രോസസ്സിനെയും സ്പോണ്ടേനിയസ് ആക്കി മാറ്റുന്നത്? ഇസ്ന്റ് ഇറ്റ്? വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദിസ് സ്പോണ്ടേനിയസ് പ്രോസസ്? അതിനെക്കുറിച്ചാണ് കുട്ടികളെ നമ്മളിനി സംസാരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സ്പോണ്ടേനിറ്റി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ് ഉണ്ടാകാനുള്ള കാരണം സ്പോണ്ടേനിറ്റി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. നത്തിങ് എൽസ്, എൻതാൽപ്പി ചേഞ്ച് ആൻഡ് സ്പോണ്ടേനിറ്റി. നമ്മൾ നോക്കുകയാണ്, അതായത് സ്പോണ്ടേനിയസ് ആകാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചർച്ച, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫാക്ടർ എടുക്കുകയാണ്, അതായത് എൻതാൽപ്പി ചേഞ്ച് ആണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വാട്ടർ സ്റ്റോർഡ് അറ്റ് ഹൈ ലെവൽ
ആൻഡ് ദിസ് ഈസ് വാട്ടർ സ്റ്റോർഡ് അറ്റ് ലോ ലെവൽ. തീർച്ചയായും നമുക്കറിയാം, നമ്മളൊരു ടാപ്പ് വെച്ചിട്ട് ആ ടാപ്പ് തുറക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും കുട്ടികളെ? വാട്ടർ അവിടുന്ന് ഫ്ലോ ചെയ്ത് താഴേക്ക് വരും. അപ്പോൾ ഈ താഴേക്ക് വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? എന്തിനാ താഴേക്ക് വരുന്നത്? നമുക്കറിയാം, വാട്ടർ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുകയാണെങ്കിൽ we have a higher potential energy. So in this case we know we have a higher potential energy. എന്നാൽ ഇവിടെ വാട്ടർ താഴെ എത്തുകയാണ്. താഴെ എത്തുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കറിയാം, so what will happen with that? It will be lower potential energy. അപ്പോൾ മുകളിലാകുമ്പോൾ എനർജി കൂടുതലായിരിക്കും, താഴെ എത്തുമ്പോൾ എനർജി കുറവായിരിക്കും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എനർജി കൺസെപ്റ്റ്. എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റം ഏതാണ്? എനർജി കൂടിയതാണോ കുട്ടികളെ? എനർജി കുറഞ്ഞതാണോ? തീർച്ചയായും നിങ്ങൾക്കറിയാം, എനർജി കുറവാണെങ്കിൽ അയാൾ സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിലിരിക്കുമ്പോൾ ഹയർ എനർജിയാണ്, അപ്പോൾ അയാൾ അൺസ്റ്റേബിൾ ആണ്. ഇസൻ ഇറ്റ്? സോ വാട്ട് ഇറ്റ് വിൽ ഡു? എന്ത് ചെയ്യും കുട്ടികളെ? താഴേക്ക് ഒഴുകും. എന്തിനാ താഴേക്ക് ഒഴുകുന്നത്? താഴെ എത്തിയാൽ അയാളുടെ എനർജി കുറവാണ്. അയാളുടെ എനർജി കുറവാണെങ്കിൽ അയാൾ എന്തായി മാറും? സ്റ്റേബിളായി മാറും. അതിനുവേണ്ടിയാണ് ഇയാൾ താഴേക്ക് ഒഴുകുന്നത്. അപ്പോൾ ഇതിനു പകരം, അപ്പോൾ ഇത് താഴേക്ക് ഒഴുകാനുണ്ടായ കാരണം, ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് എനർജി ഡിഫറൻസ് ആണ്. മുകളിലിരിക്കുമ്പോൾ എനർജി കൂടുതലായിരുന്നു, താഴേക്ക് എത്തിയപ്പോൾ എനർജി കുറഞ്ഞു. സോ എനർജി കുറഞ്ഞു. ഇസൻ ഇറ്റ്? കുറച്ച് എനർജി നഷ്ടപ്പെട്ടു. അപ്പോൾ എനർജി നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് സ്പോണ്ടേനിയസ് ആകാനുള്ള കാരണം എന്ന് നമുക്കൊരു ഫീലിംഗ് വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് പകരം നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻസ് കൺസിഡർ ചെയ്യാം. നോക്കൂ, ഇവിടെ ഇരിക്കുന്ന റിയാക്ടൻറ്റ്, സി വി ഹാവ് എ റിയാക്ടൻറ്റ് ഹിയർ, ഇസൻ ഇറ്റ്? അപ്പോൾ റിയാക്ടൻറ്റ് മുകളിലിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അയാളുടെ എനർജി കൂടുതലാണ്. സോ ഹിയർ എനർജി മോർ. എന്നാൽ പ്രൊഡക്റ്റിന് എനർജി ഇവിടെയാണെന്ന് വിചാരിക്കുക. സോ വാട്ട് വിൽ ഹാപ്പൻ ദെയർ? തീർച്ചയായിട്ടും ഹയർ എനർജിയിൽ നിന്നും അയാൾ ആരായി മാറാൻ ശ്രമിക്കും? ലോവർ എനർജിയായി മാറാൻ ശ്രമിക്കും. ഇപ്പം നമുക്കറിയാം, ചില ആറ്റംസിൻ്റെ കേസിൽ എന്തായിരിക്കും? അവർ റിയാക്ടൻസിന് എനർജി കൂടുതലായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും? റിയാക്ടൻസിന് എനർജി കുറവായിരിക്കും. ലെറ്റ് സീ ദറ്റ് കേസ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? സ്പോണ്ടേനിറ്റിക്ക് ഒരു എക്സ്പ്ലനേഷൻ കണ്ടെത്താൻ പോവുകയാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നതെന്ന് കാരണം കണ്ടെത്തണമെന്നല്ലേ നമ്മളുടെ വിഷയം. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എനർജിയാണോ ഡിസൈഡിങ് ഫാക്ടർ? അതറിയാൻ വേണ്ടി നമ്മൾ ഈ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. വാട്ടർ മുകളിൽ ഇരിക്കുമ്പോൾ അയാളുടെ എനർജി കൂടുതലായിരുന്നു, ഇസൻ ഇറ്റ്? അപ്പോൾ താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി കുറയും, ഇസൻ ഇറ്റ്? അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു, നമ്മുടെ മനസ്സിലൊരു ഫീലിംഗ് വരുന്നു, എനർജി കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ റിയാക്ഷൻസ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ വാട്ടർ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എനർജി കുറയുന്നു, അപ്പോൾ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. സോ വി ആർ ഗെറ്റിംഗ് എ ഫീലിംഗ് ലൈക്ക് ദാറ്റ്, ഇസൻ ഇറ്റ്? അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ മനസ്സിൽ വന്ന ചിന്താഗതി, ഓക്കെ, റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള കാരണം എന്താണ്? വാട്ട് ഈസ് ദ ആൻസർ വി ഗോട്ട്? ഏതൊരു സിസ്റ്റവും എനർജി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഒന്നാമത്തത്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് സ്ലൈഡ്. നോക്കാം നമുക്ക്. നമ്മളിവിടെ കുറേ റിയാക്ഷൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നോക്കൂ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിയാക്ഷൻസ് വൺ ബൈ വൺ. ലെറ്റ് സീ ടു ദാറ്റ്. ആദ്യത്തത് നിങ്ങൾ എല്ലാവരും നോക്കൂ. നൈട്രജൻ റിയാക്ടിങ് വിത്ത് ഹൈഡ്രജൻ. ഓക്കെ, എനർജി ഈസ് റിലീസ്ഡ്. എനർജി റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേര്, വാട്ട് വി സേ ഫോർ ദാറ്റ്? എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ -46 ആണ്. -46 മീൻസ് ഇറ്റ് ഈസ് എക്സോതെർമിക്. അടുത്ത റിയാക്ഷൻ നിങ്ങൾ നോക്കൂ. H2 and Cl2 clubbed together. What you got? -92.32. ഇതും എന്താ കുട്ടികളെ? എക്സോ ആണ്. സിമിലർലി അടുത്ത റിയാക്ഷൻ നോക്കുക. H2 plus half O2 gives H2O liquid. So what about that? ഇവിടെയും എക്സോ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങളൊരു പ്രത്യേകത കാണുന്നുണ്ട്. അതായത് ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ടൻസും ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ടൻസ് ആണ് അവിടെ ക്ലബ് ചെയ്തത്. ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ടൻസ് ക്ലബ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും എക്സോതെർമിക് റിയാക്ഷൻസ് ആയിരിക്കും. എക്സെപ്ഷൻ ഉണ്ട്, ലൈക്ക് നൈട്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈനിങ്, അത് എക്സോതെർമിക് അല്ല. ഈവൻ ദോ ദേ ആർ ഗേഷ്യസ്, അത് ഒരു എൻഡോതെർമിക്കിന് എക്സാമ്പിൾ ആണ്. അത് നമ്മൾ പിന്നീട് അടുത്ത കേസിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കുക. സോ വാട്ട് വി ആർ ടോക്കിംഗ്, നമ്മൾ നേരത്തെ കണ്ടു വാട്ടറിൻ്റെ കേസ്. വാട്ടർ ആദ്യം മുകളിലായിരുന്നു,
പിന്നീട് എന്ത് ചെയ്തു? നാച്ചുറലി അത് താഴേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ എനർജി കുറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് റിയാക്ടൻ്റ് എന്തായി മാറി? പ്രൊഡക്റ്റായി മാറി. ഓക്കെ, സി. അപ്പോൾ നമുക്ക് അവിടെ എനർജി എന്ത് ചെയ്തു? കുറഞ്ഞു. എനർജി പുറത്തേക്ക് പോയി. സി എക്സോ, ഇതും എക്സോ, ഇതും എക്സോ. ഇവിടൊക്കെ നമ്മൾ കാണുന്നത് നോക്കൂ, റിയാക്ടൻസിൻ്റെ എനർജി മുകളിലാണ്, റിയാക്ടൻസ് എനർജി കൂടുതലാണ്. എന്നാൽ പ്രൊഡക്റ്റിൻ്റെ എനർജി എന്താണ്? കുറവാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? റിയാക്ടൻ്റ് പ്രൊഡക്റ്റായി മാറുമ്പോൾ കുറച്ച് എനർജി അവരെന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. ദാറ്റ്സ് വാട്ട് വി കോൾ ഇറ്റ് ആസ് എക്സോതെർമിക്. അപ്പോൾ എനർജി റിലീസ് ചെയ്യുമ്പോൾ അവരുടെ എനർജി കുറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പോണ്ടേനിറ്റിയും എനർജിയും തമ്മിലൊരു ബന്ധമുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? എനർജി കുറയ്ക്കുന്നു. എനർജി കുറയുന്ന പ്രോസസ്സാണെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആകാം. നോക്കൂ, നമ്മൾ ഇവിടെ കണ്ടു, കഴിഞ്ഞ ഇതിൽ കണ്ടു, വാട്ടർ ഫ്ലോസ് ഫ്രം ഹൈ ലെവൽ ടു ലോവർ ലെവൽ, എനർജി കുറയുന്നു, സ്പോണ്ടേനിയസ്. ഇവിടെ നമ്മൾ നോക്കൂ, ഇത് സ്പോണ്ടേനിയസ്. നോക്കൂ, എനർജി റിലീസ്ഡ്, എനർജി കുറയുന്നു. നെക്സ്റ്റ് സ്പോണ്ടേനിയസ്, എനർജി കുറയുന്നു. നെക്സ്റ്റ് സ്പോണ്ടേനിയസ്, എനർജി കുറയുന്നു. എന്തുകൊണ്ട്? റിയാക്ടൻസിന്റെ എനർജി കൂടുതലാണ്, അൺസ്റ്റേബിൾ ആണ്, പ്രൊഡക്റ്റിന്റെ എനർജി കുറവാണ്. സോ ഇറ്റ് വിൽ ട്രൈ ടു കം ഫ്രം ദെയർ ടു ഹിയർ ബൈ റിലീസിങ് ദ എനർജി. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു എന്താണ് സ്പോണ്ടേനിറ്റിൻ്റെ റീസൺ കിട്ടിയിട്ടുണ്ട്. എനർജി കുറയ്ക്കാൻ വേണ്ടി ആകാം അവർ സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ ആ റിയാക്ഷൻസ് നടക്കുന്നത്. ഒന്നും കൂടെ മനസ്സിൽ റിക്കളക്ട് ചെയ്യുക, എന്താണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള കാരണം? എനർജി കുറയ്ക്കാൻ വേണ്ടി ആകാം. ഓക്കെ, വൺസ് അഗെയിൻ, എന്തിനാണ് അവർ സ്പോണ്ടേനിയസ് ആയി മാറാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ റിയാക്ഷൻ നടക്കുന്നത്? എനർജി കുറയ്ക്കാൻ വേണ്ടി ആകാം. ഓക്കെ, നൗ അത് മാത്രമാണോ റീസൺ? അങ്ങനെയാണെങ്കിൽ കുട്ടികൾ, നമുക്കറിയാം, നമ്മൾ വേറൊരു കേസ് കണ്ടിട്ടുണ്ട്. നമ്മൾ ക്ലോത്ത് കൊണ്ടുപോയിട്ട് എവിടെ ഇടുകയാണ്? നനഞ്ഞ വസ്ത്രം കൊണ്ടുപോയിട്ട് എവിടെ ഇടുകയാണ്? നമ്മൾ അയലിടുകയാണ്. അപ്പോൾ അത് ആ വസ്ത്രം ഉണങ്ങുകയാണ്. അപ്പോൾ വസ്ത്രം ഉണങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ? ഇവാപ്പറേഷൻ അല്ലേ? യു ടെൽ മീ. അവിടെ നടക്കുന്ന ഇവാപ്പറേഷനാണ്. പക്ഷെ ഇവാപ്പറേഷൻ നടക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ എനർജി ആവശ്യമാണ്, ഇസന്റ് ഇറ്റ്? അപ്പോൾ അവിടെ നോക്കൂ, നേരെ തിരിച്ചാണ്. അതൊരു എൻഡോതെർമിക് പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു എക്സോതെർമിക് റിയാക്ഷൻസ് ഒക്കെ എന്താണ്? സ്പോണ്ടേനിയസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ എക്സോതെർമിക് അല്ലാതെ എൻഡോതെർമിക് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സും ഉണ്ട് കുട്ടികളെ. ഉദാഹരണം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഇസന്റ് ഇറ്റ്? നനഞ്ഞ വസ്ത്രം നമ്മൾ കൊണ്ടുപോയി അയൽ ഉണക്കാനിടുകയാണ്. തീർച്ചയായും നിങ്ങൾക്കറിയാം, കുറേ സമയം കഴിയുമ്പോൾ വസ്ത്രം ഉണങ്ങും. അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. നിങ്ങൾ പറയുക, അവിടെ നടക്കുന്ന ഇവാപ്പറേഷൻ അല്ലേ? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? ഡെഫിനറ്റ്ലി ഇവാപ്പറേഷൻ നടക്കണമെങ്കിൽ നമ്മൾ എനർജി കൊടുക്കണം, മീൻസ് എൻഡോതെർമിക് ആണ്. അപ്പോൾ എൻഡോതെർമിക് ആണെങ്കിലും എക്സോതെർമിക് ആണെങ്കിലും റിയാക്ഷൻസ് എന്താകാം? സ്പോണ്ടേനിയസ് ആകാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും എനർജി മാത്രമല്ല ആരെ തീരുമാനിക്കുക? സ്പോണ്ടേനിറ്റി തീരുമാനിക്കുക. ഓക്കെ, എനർജി തീരുമാനിക്കാം, പക്ഷേ എനർജി മാത്രമല്ല ഒരിക്കലും എന്തിനെ തീരുമാനിക്കുന്നത്? സ്പോണ്ടേനിറ്റി തീരുമാനിക്കുന്നത്. സോ വൺസ് അഗെയിൻ കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക. സി ഐ എം ഗോയിങ് വിത്ത് ദ പ്രീവിയസ് സ്ലൈഡ് അഗെയിൻ. നോക്കുക, അതായത് എന്തുകൊണ്ട് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയി? ഓക്കെ, റീസൺ. ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് എനർജിയാണോ അവിടെ അതിൻ്റെ കാരണം? നോക്കാം, ഇവിടെ വാട്ടർ ഹയർ എനർജി ആയിരുന്നു, വാട്ടർ ലോവർ എനർജി ആയി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എനർജി കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ് സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ നമുക്കൊരു ഫീലിംഗ് വരുന്നു, റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകുന്നത് എനർജി കുറയ്ക്കാൻ വേണ്ടിയാണെന്ന്. ഓക്കെ, ബട്ട് അതേസമയം നമ്മൾ നമ്മുടെ ക്ലോത്തിൻ്റെ കേസ് കൺസിഡർ ചെയ്യുക. അവിടെ നിങ്ങളുടെ വസ്ത്രം ഉണങ്ങുന്നതും ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് തന്നെയല്ലേ? പക്ഷെ അവിടെ നിങ്ങൾക്കറിയാം, അവിടെ നമ്മൾ ഒരിക്കലും എനർജി എന്തല്ല പുറത്തേക്ക് വിടുകയല്ല. കാരണം ഇവാപ്പറേഷൻ നടക്കുകയാണെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അതൊരു എൻഡോതെർമിക് അല്ലേ? എന്നാൽ ഇതൊരു എക്സോതെർമിക് അല്ലേ? ഇസന്റ് ഇറ്റ്? അപ്പോൾ എനർജി മാത്രമല്ല ഒരിക്കലും ആരെ തീരുമാനിക്കുക? നമ്മുടെ സ്പോണ്ടേനിറ്റി തീരുമാനിക്കുക.
ഓക്കെ, അപ്പോൾ എനർജിയും ഒരു ഫാക്ടറാണ്. അപ്പോൾ അടുത്ത കേസ് ഞാൻ പറഞ്ഞു, കുറേ റിയാക്ഷൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒക്കെ എന്താണ് കുട്ടികളെ, എക്സോതെർമിക് ആണ്. എന്നാൽ എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻസും നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ ഇവിടെ, സി വി ഹാവ് N2 plus O2 gives NO2. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇവിടെ നമുക്ക് കിട്ടിയ എനർജി, ഇവിടെ നമുക്ക് കിട്ടിയ എനർജി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പ്ലസ്, മീൻസ് ഇതൊരു എൻഡോതെർമിക് ആണ്. ആൻഡ് ഹിയർ ഓൾസോ ഇതും എന്താണ്, എൻഡോതെർമിക് ആണ്. മീൻസ് റിയാക്ടൻസിന്റെ എനർജി കുറവാണ്, ബട്ട് പ്രൊഡക്റ്റിന്റെ എനർജി കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് മനസ്സിലായി ഒരിക്കലും സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് ആരും മാത്രം തീരുമാനിക്കുന്നതല്ല, എനർജി മാത്രം തീരുമാനിക്കുന്നതല്ല. കാരണം എക്സോതെർമിക് റിയാക്ഷനും സ്പോണ്ടേനിയസ് ആകാം, എൻഡോതെർമിക് റിയാക്ഷൻസും സ്പോണ്ടേനിയസ് ആകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നു, ഈസ് ദർ എനി അതർ ഫാക്ടർ വിച്ച് ഡിസൈഡ്സ് സ്പോണ്ടേനിറ്റി. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ത് പറയുന്നില്ല, സ്പോണ്ടേനിറ്റിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടെ ഓരോന്ന് പഠിക്കുകയാണ്, എന്താണ് സ്പോണ്ടേനിറ്റി കാരണം. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു എനർജി കുറയ്ക്കാൻ വേണ്ടിയാണെന്ന്. ഓക്കെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, ഇസ്ന്റ് ഇറ്റ്, എനർജി കുറയ്ക്കാൻ വേണ്ടി റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകുന്നു, വി അക്സെപ്റ്റഡ്. ബട്ട് ഇതാ നടക്കുന്നു, ഈ റിയാക്ഷൻസ് ഇതും എന്താണ്, സ്പോണ്ടേനിയസ് ആണ്, ബട്ട് ദേ ആർ എൻഡോതെർമിക്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഡെഫിനറ്റ്ലി energy is a deciding factor of spontaneity, but energy is not the only criteria which decides spontaneity. So what is the other criteria? Let us have a look on that. അപ്പോൾ നമ്മൾ അടുത്ത ഫാക്ടർ, സ്പോണ്ടേനിറ്റി തീരുമാനിക്കുന്ന വേറെ എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വേറെ ഒരു സെറ്റപ്പ് കൺസിഡർ ചെയ്യുകയാണ്. നോക്കൂ എല്ലാവരും, നമ്മളിതൊരു ചേംബറാണ്. അപ്പോൾ ഈ ചേംബറിൻ്റെ ഇവിടെ നമ്മളൊരു പാർട്ടീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടീഷൻ്റെ ഇപ്പുറത്ത് മാത്രമേ ഗ്യാസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ പാർട്ടീഷൻ്റെ ഇപ്പുറത്ത് മാത്രമേ ഗ്യാസ് ഉള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഓക്കെ, ആൾക്കാർ ഇതിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ്. ബട്ട് നൗ വാട്ട് ഐ ആം ഡൂയിങ്, ഞാൻ ആ പാർട്ടീഷൻ എടുത്ത് മാറ്റിയപ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഇത്രയും ഭാഗത്ത് നിന്നിരുന്ന ആൾക്കാരെല്ലാം കൂടെ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു അല്ലേ. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്, നേരത്തെ ഒതുങ്ങിക്കൂടിയിരുന്ന ആൾക്കാരെല്ലാവരും കൂടെ ഇസ്ന്റ് ഇറ്റ് ഇപ്പോൾ കുറച്ചും കൂടെ ഒരുപാട് സ്ഥലത്തേക്ക് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു. മീൻസ് കുറച്ചും കൂടെ ഇവർ റാൻഡമായി മൂവ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ അനുവദിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത് ഒരു നാച്ചുറൽ പ്രോസസ്സാണോ, ഇതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണോ, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണോ കുട്ടികളെ? നിങ്ങൾ തന്നെ പറയൂ. ഈ പറയുന്ന ഈ ഒരു പാർട്ടീഷൻ നിങ്ങൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഇവിടെ പരക്കുന്നത് ഇത് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ? നിങ്ങളെല്ലാവരും പറയും ഇത് സ്പോണ്ടേനിയസ് ആണെന്ന്. അല്ലേ കുട്ടികളെ, ഇത് സ്പോണ്ടേനിയസ് അല്ലേ? നമ്മൾ വല്ലതും ചൂടാക്കിയോ ഇവിടെ? ഇല്ല. എനർജി വല്ലതും പുറത്തേക്ക് വന്നോ ഇവിടെ? ഇല്ല. നമ്മളെ പാർട്ടീഷൻ എടുത്ത് മാറ്റിയതേ ഉള്ളൂ. നാച്ചുറലി എന്ത് ചെയ്തു, ഇവരങ്ങ് അവിടെ മൊത്തം അങ്ങ് വ്യാപിച്ചു. സോ ഇതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഇതിൽ നമുക്ക് എനർജി ഇല്ല, പക്ഷേ വേറെന്തോ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? വേറൊന്നുമല്ല കുട്ടികളെ, അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ച് സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയായിരുന്നു, ബട്ട് ഇവിടെ ഇവർ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചു. അപ്പോൾ കൂടുതൽ റാൻഡം ആയി മാറി. ഓക്കെ, കൂടുതൽ ഡിസോർഡറായി മാറി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കാണണം, സ്പോണ്ടേനിറ്റി തീരുമാനിക്കുന്ന വേറൊരു ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എനർജി മാത്രമല്ല. ഫ്രം ഹിയർ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, എപ്പാർട്ട് ഫ്രം എനർജി we have one more criteria which decides spontaneity of a process. That is nothing else, it is a increase in randomness, okay, which we call it as entropy increase. What is this called? Entropy increases. അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, എൻട്രോപ്പി. നോക്കൂ, നമ്മൾ നേരത്തെ ഹീറ്റ് എനർജി പഠിച്ചിരുന്നു, വർക്ക് പഠിച്ചു.
ഇന്റേണൽ എനർജി പഠിച്ചു, എൻതാൽപ്പി പഠിച്ചു. അതുപോലെയുള്ള ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് ആരെന്ന് പറയുന്നതും ഈ പറയുന്ന എൻട്രോപ്പി. സോ ഓൾ ഓഫ് യു പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഈ പ്രോസസ് എന്തുകൊണ്ട് സ്പോണ്ടേനിയസ് ആയി. നമ്മളിവിടെ ചൂടാക്കിയൊന്നുമില്ല, പക്ഷെ എന്തുകൊണ്ടാണ് സ്പോണ്ടേനിയസ് ആയത്? കാരണം ഇവിടെ നമ്മൾ ഈ പാർട്ടീഷൻ എടുത്തു മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? റാൻഡംനെസ് കൂടി. സോ spontaneity is decided by the second criteria, isn't it? Increase in randomness. So two criteria decides spontaneity of a reaction. One thing, energy decrease. Second thing, entropy increases. Second thing, entropy increases. കുട്ടികളെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകണമോ അല്ലയോ എന്ന് തീരുമാനിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ദർ ഈസ് നോ ഡൗട്ട് എനർജി എലോൺ ക്യാൻ ഡിസൈഡ് വെദർ എ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. എൻട്രോപ്പി എലോൺ ക്യാൻ ഡിസൈഡ് വെദർ എ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ എന്താണ് എൻട്രോപ്പി എങ്ങനെയാണ് നമ്മുടെ റിയാക്ഷനെ സ്പോണ്ടേനിയസ് ആക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകുന്നത് തീരുമാനിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എൻതാൽപ്പി, രണ്ടാമത്തത് നമ്മുടെ എൻട്രോപ്പി. ആൻഡ് നൗ അവർ ഡിസ്കഷൻ ഇസ് ഇൻ ടു എൻട്രോപ്പി. നമ്മൾ നേരത്തെ സ്ലൈഡിൽ കാണിച്ചതുപോലെ ആ പാർട്ടീഷൻ നമ്മൾ നീക്കിയപ്പോൾ എന്ത് ചെയ്തു? ഇവരെല്ലാവരും കൂടെ ഉള്ള സ്ഥലം മൊത്തം കൈയടക്കി എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്തു? കൂടുതൽ റാൻഡമായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കിട്ടി. അപ്പോൾ അവിടെ റാൻഡംനെസ് കൂടി. അപ്പോൾ ഈ എൻട്രോപ്പി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇറ്റ്സ് എ ഡിഗ്രി ഓർ ഓഫ് മെഷർ ഓഫ് ദിസ് റാൻഡംനെസ്. അതാണ് നമ്മൾ എൻട്രോപ്പി എന്ന തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇന്റേണൽ എനർജി പഠിച്ചിരുന്നു, അതുപോലെ തന്നെ നമ്മൾ എൻതാൽപ്പി പഠിച്ചിരുന്നു, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതേപോലെയുള്ള ഒരു തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി തന്നെയാണ് ആര്? നമ്മുടെ പുതിയ എൻട്രോപ്പി എന്ന് പറയുന്നതും. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. And try to listen, all of you. First of all, what is the definition of entropy? You can see that entropy is used to measure the extent of randomness. Okay, next point. നമുക്കറിയാം, greater the disorder, greater the entropy. ഉദാഹരണം, ഞാനിവിടെ ഒരു കേസ് എഴുതുകയാണ്, നിങ്ങൾ എല്ലാവരും നോക്കൂ. See, I am just writing here H2O. See, H2O liquid reversibly gives you H2O gas. കുട്ടികൾ എല്ലാവരും നോക്കൂ, ഇവിടെ ഇനിഷ്യലി ഉണ്ടായിരുന്നത് ലിക്വിഡാണ്. ഈ ലിക്വിഡ് ആരായിട്ട് മാറി? ഗ്യാസ് ആയിട്ട് മാറി. ടെൽ മി യെസ് ഓർ നോ? അല്ലേ? ലിക്വിഡായിട്ടും ഇരിക്കുമ്പോൾ അതൊരു ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ്. എന്നാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കൈനറ്റിക് തിയറി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചിട്ടുണ്ട്. ഗേഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ gaseous molecules are in constant random motion. During this random motion, they may collide each other, like that statements you studied, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലിക്വിഡ് ഗ്യാസായി മാറുന്ന പ്രോസസ്സ് എന്താണ്? ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നാച്ചുറൽ പ്രോസസ്സായി മാറിയത്? അവിടെ നമുക്ക് എൻട്രോപ്പിയും പറയാം. കാരണം ഇവിടെ എൻട്രോപ്പി എന്ത് ചെയ്യാണ്? ലിക്വിഡിൽ നിന്ന് ഗ്യാസായി മാറുകയാണ്, റാൻഡംനെസ് കൂടുകയാണ്, എൻട്രോപ്പി കൂടുകയാണ്. ഓക്കെ, സോ നാച്ചുറലി നടക്കുന്ന പ്രോസസ്സ് the spontaneous process, they tend to increase its randomness. They tend to increase its entropy. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്കൊരു ലോ പറയാം, isn't it? നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് തന്നെ tend to increase its entropy. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഇനി നമുക്ക് എൻട്രോപ്പി എന്നുള്ള ടേം. സോ വാട്ട് ഈസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ദാറ്റ്? നമുക്കറിയാം, നമ്മൾ കുറച്ച് ഹീറ്റ് കൊടുക്കുകയാണ്. ഹീറ്റ് കൊടുത്താൽ തീർച്ചയായും എന്ത് സംഭവിക്കും? റാൻഡംനെസ് കൂടും, മോളിക്യൂൾസിന് കൂടുതൽ കൈനറ്റിക് എനർജി കിട്ടും, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഹീറ്റ് കൂട്ടിയാൽ റാൻഡംനെസ് കൂടും. സോ വി ക്യാൻ സേ ദാറ്റ് റാൻഡംനെസ് ആൻഡ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അറ്റ് ദ സെയിം ടൈം, ഓക്കെ, നമുക്ക് ടെമ്പറേച്ചറിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഹൗ ഈസ് ദ റിലേഷൻ? യു ക്യാൻ സീ ദാറ്റ് ds is equal to dq divided by t. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എൻട്രോപ്പി എന്ന് പറയുന്നത് ക്യൂവിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്കിവിടെ തോന്നിപ്പോകും, അപ്പോൾ എൻട്രോപ്പി ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി റിലേഷൻ ആണെന്ന്. ഒരിക്കലും ടെമ്പറേച്ചറിന് ഇൻവേഴ്സ് റിലേറ്റഡ് അല്ല. ഓക്കെ, സി ഇവിടെ
ടെമ്പറേച്ചർ നമ്മൾ ഇൻവേഴ്സ് റിലേഷൻ ഇട്ടിരിക്കുക എന്തിനാന്ന് ചോദിച്ചാൽ ലോവർ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ റാൻഡംനെസ് ആണ് കൂടുതൽ കമ്പയർഡ് വിത്ത് ഹയർ ടെമ്പറേച്ചർ എന്നേ ഉള്ളതിനർത്ഥം. സോ പ്ലീസ് ട്രൈ ടു സീ ദാറ്റ് ഡെൽറ്റ എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡി ക്യൂ ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, സോ എസ് ഡി എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. നൗ ഞാൻ പറഞ്ഞു എൻട്രോപ്പി വെച്ചിട്ട് അവരെന്ത് ചെയ്യാം, ചിലപ്പോൾ ചോദിക്കാം നമ്മുടെ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചാൽ ലെറ്റ്സ് സീ ടു ദാറ്റ്. അതിനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, നോക്കൂ എല്ലാവരും. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇൻ എനി സ്പോണ്ടേനിയസ് പ്രോസസ് ദ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ്. എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം ഫോർ എനി സ്പോണ്ടേനിയസ് പ്രോസസ് we can write like this, delta S universe or delta S total is greater than 0, or else you can write delta S system plus what next, delta S surrounding. System plus surrounding will be greater than 0. Okay, ഇങ്ങനെ വന്നാൽ ആ റിയാക്ഷൻ എന്താണ്, സ്പോണ്ടേനിയസ് ആണ്. So the first criteria for spontaneous. So first one is a spontaneous one. Now suppose if this quantity is equal to 0. Ara, a delta S system plus delta S surrounding 0 ആണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. Okay. Now ഈ delta S system plus delta S surrounding is less than 0. അങ്ങനെ വന്നാൽ കുട്ടികളെ അത് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻട്രോപ്പീൻ്റെ മാത്രം ടേംസിലാണ് നമ്മളിവിടെ സ്പോണ്ടേനിറ്റി പറഞ്ഞിരിക്കുന്നത്. ഓൾ ഓഫ് യു സീ ദ 3 ക്രൈറ്റീരിയ, പ്ലീസ് റിമെമ്പർ ദിസ്. ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും ഓൾ ടുഗദർ. സോ ഗ്രേറ്റർ ദാൻ 0 റിയാക്ഷൻ വിൽ ബി സ്പോണ്ടേനിയസ്. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായിരിക്കും. If it is less than 0 reaction non-spontaneous ആയിരിക്കും. So once again all of you see to that, what is second law of thermodynamics, what is the statement of that? എന്താ കുട്ടികളെ പറഞ്ഞ എല്ലാവരും, in any spontaneous process what happens, the entropy of the universe tend to increase. And now these are the 3 criteria what we have. Okay, അപ്പോൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല പ്രോസസ്സിലുള്ള എൻട്രോപ്പീസ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതായിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് സെഷനിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും.